ഇന്ന് രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ "ഓടരുതമ്മാവ ആളറിയാം" എന്ന തലക്കെട്ടിൽ കണ്ടൊരു കുറിപ്പിൻ്റെ ശകലങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദിക നേതൃത്വം അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി നാടുനീളെ എഴുന്നള്ളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പ്രാദേശിക വിഗ്രഹമാണ് വൈതാളിക വിശുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാമ്പ്ളാനി അപ്പൂപ്പൻ്റെ സഹപാഠിയായ നികൃഷ്ടജന്മം വട്ടോളി. അവനാണല്ലോ ഈ അടുത്ത കാലത്ത് കുർബാന പ്രശ്നം ഉയർത്തിക്കാട്ടി കടമക്കുടി പള്ളി വികാരി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഈ നികൃഷ്ട ജന്മം ആരാണെന്നോ എന്താണെന്നോ ആർക്കെങ്കിലും അറിയാമോ? ഇതാ കേട്ടോളൂ. വിശ്വാസ തീഷ്ണതയുള്ള ഒരു കത്തോലിക്ക പുരോഹിതനാണിവൻ എന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? പൗരോഹിത്യ പദവിയുടെ സർവ്വ ആനുകൂല്യങ്ങളും മുതലെടുത്തുകൊണ്ട് ക്രിസ്തു പ്രഘോഷിച്ച സുവിശേഷ മൂല്യങ്ങളെ നക്സലൈറ്റ് മാവോയിസ്റ്റ് ആശയങ്ങളിൽ മുക്കിയെടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്ന കാവഡ്യത്തിൻ്റെ ആൾരൂപമാണവൻ. സമൂഹത്തിലെ ഏറ്റവും അധികൃത വിഭാഗത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരും വിശ്വാസ വിഷയങ്ങളിൽ പൊതുവെ ദുർബലരുമായിരുന്ന കോറിന്തോസിലെ ക്രിസ്ത്യാനികളെ പോലെ താഴ്ന്ന ജാതിയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നുവന്ന വിശുദ്ധ ഗ്രന്ഥ വാക്യങ്ങളെ തന്നിഷ്ടപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സാധാരണ വിശ്വാസികളുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു കള്ളനാണയമാണ്. ആരുടെയോ ഒത്താശ കൊണ്ട് കത്തനാരായി തീർന്നത് മുതലെടുപ്പിന് ഏറെ സഹായകരമായി. സാഹചര്യവശാലും ജ്ഞാനസ്നാന ജലത്താലും ഒരു വിശ്വാസിയായി തീർന്നെങ്കിലും ആ വിശ്വാസം ജീവിക്കുന്നതിൽ ചെറുപ്പത്തിലെന്ന പോലെ പ്രായപൂർത്തിയിലും ഇയാൾ ഇന്നും അമ്പയൊരു പരാജയമാണ്. അതുകൊണ്ടാണല്ലോ കടമക്കുടി പള്ളിയുടെ മദ്ബയിൽ നിന്നുകൊണ്ട് "നിങ്ങളാരും കുമ്പസാരിക്കേണ്ടതില്ല, ഞാനും കുമ്പസാരിക്കാറില്ല, എല്ലാം ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി" എന്ന് വിശ്വാസികളോട് ലേശം പോലും ഉളുപ്പില്ലാതെ വട്ടോളി എന്നായി നാറാണത്ത് ഭ്രാന്തൻ തട്ടിമുളിച്ചത്. വികാരി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതിന് മുന്നോടിയായി പള്ളിയുടെ കണക്കുകളും കാര്യങ്ങളും ഏറെ സുതാര്യമായി പാരിഷ് കൗൺസിലിൽ അവതരിപ്പിച്ച് പാസാക്കി ബന്ധപ്പെട്ട കൈക്കാരന്മാരെ ഏൽപ്പിച്ചതായി അയാൾ അവകാശപ്പെടുന്നുണ്ട്. അത്രയും നല്ലത് തന്നെ. എന്നാൽ വയനാട്ടിലെ ആദിവാസികളുടെ പേരിൽ അതിരൂപതയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ കാലയളവുകളിലായി പിരിച്ചെടുത്ത ലക്ഷക്കണക്കായ രൂപയുടെ വിശദാംശങ്ങൾ ഒന്ന് വെളിപ്പെടുത്താമോ? ലക്ഷ്യം നേടാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം എന്നതല്ലേ താങ്കളുടെ വിപ്ലവ സിദ്ധാന്തം? താങ്കൾ പൗരോഹിത്യ ജീവിതത്തിന് എന്നും അപമാനമാകയാൽ ആ ജീവിതത്തിൻ്റെ കുപ്പായവും മേലങ്കിയും അഴിച്ചുമാറ്റി വിശ്വാസമില്ലാത്ത ഒരു പൊതുപ്രവർത്തകനായി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറെ നല്ലതെന്ന ഓർപ്പെടുത്തലുമായിട്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.